അങ്ങനെ നമ്മളുടെ സെക്കൻഡ് പാർട്ടിലോട്ട് എത്തിയേക്കുവാണ്. അവിടെ നിന്നുള്ള കടകളിൽ നിന്നൊക്കെ ഇറങ്ങിയിട്ട് പിന്നെ കുറച്ച് നടക്കാനുണ്ടായിരുന്നു. ആശ്രമം മൈതാനം എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാമല്ലോ, കൊല്ലത്തുള്ള എല്ലാവർക്കും അറിയാം. ഇത് ഒരുപാട് സ്പേസുള്ള സ്ഥലമാണ് ആശ്രമം മൈതാനം. അപ്പം അവിടെ നിന്ന് ഇറങ്ങിയിട്ട് ഞാനൊരു യമഹയുടെ ഷോറൂം പോലത്തെ സംഭവം ഇങ്ങനെ വെച്ചേക്കുന്നത്. അങ്ങനെ അവിടെ കയറി വണ്ടിയുടെ ഡീറ്റെയിൽസൊക്കെ ഇങ്ങനെ നോക്കും. പിന്നെ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് പിന്നെയും വിലക്കുറവിൻ്റെ മേളാണ്. അവിടെ നിന്ന് 5-6 ഷോപ്സ് ഉണ്ട് ഇതുപോലെ. പിന്നെ അതായത് ഈ നല്ല ക്രോപ്പ് ടോപ്സും കൊറിയൻ ടോപ്സൊക്കെ ഉണ്ട്. ഇതെല്ലാം 350 ആണ്. നല്ല റേറ്റ് കുറവുണ്ട്, നല്ല കളക്ഷൻ. അന്നത്തെ ഒരു ഡിഫക്റ്റ് എന്ന് പറഞ്ഞാൽ ഇവരെപ്പോഴും ഡിസ്പ്ലേ ഇടുന്നതല്ല നമുക്ക് തരുന്നത്. അപ്പം അതിൽ ഈ പൊടി വരുന്നത് എനിക്കൊരു അൺകംഫർട്ടബിൾ ആയിട്ട് തോന്നി. പിന്നെ ഫാൻസി സ്വീറ്റ്സിനൊക്കെ നല്ല വിലയുണ്ട്. പിന്നെ സ്നാക്സിന് ഒരു ഇച്ചിരി വില കുറവുള്ള പോലെ എനിക്ക് തോന്നി. പിന്നെ ഉള്ളത് ബാഗ്സ് 150 തൊട്ടുണ്ട്, 150 to 250 അതാണ് മാക്സിമം. നല്ല റേറ്റ് കുറവുണ്ട്, നമുക്കൊക്കെ വാങ്ങിക്കാം. പിന്നെ ബുക്സ്, റീഡിങ് ഇഷ്ടമുള്ളവർക്കൊക്കെ പറ്റിയ ബുക്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. കൊച്ചു പിള്ളേരുടെ കാറ്റലോഗ്സൊക്കെ ഇങ്ങനെ വെജിറ്റബിൾസിൻ്റെയും ആൽഫബറ്റ്സിൻ്റെയും നമ്പേഴ്സിൻ്റെയൊക്കെ ഉണ്ടായിരുന്നു. അപ്പം അതൊക്കെ പിള്ളേർക്കൊക്കെ വാങ്ങിച്ച് കൊടുത്താൽ നല്ലതായിരിക്കും. പിന്നെ നമുക്കുള്ളത് ഫ്ലവേഴ്സ് കുറേ ഉണ്ടായിരുന്നു അതൊക്കെ. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെയും സ്വീറ്റ്സിൻ്റെ അടുത്ത് പിന്നെ കൂടുതലും വന്ന് സ്വീറ്റ്സും ഡ്രസ്സുമാണ് കൂടുതൽ ഞാൻ കണ്ടിട്ടുള്ളത്. പിന്നെയും കുത്തമ്പള്ളിയുടെ സെറ്റ്, അതായത് കൈത്തറിയുടെ മെറ്റീരിയൽസും. പിന്നെ ചെരുപ്പ് 100 തൊട്ട് 250 വരെ ഉള്ളതാണ്. പക്ഷെ കൊള്ളാം കേട്ടോ, നല്ല റേറ്റ് കുറവിൽ കിട്ടും. പിന്നെ വീട്ടിലേക്കുള്ള പാത്രങ്ങൾ അങ്ങനെയൊക്കെ ഉള്ളത് ചെരുപ്പിൻ്റെ തന്നെ കുറേ ഉണ്ടായിരുന്നു. എല്ലാം ഒരുപാടുണ്ട്, കഴിഞ്ഞ വർഷത്തിനേക്കാളും കൂടുതലുണ്ട്. പിന്നെ നഴ്സറിയിൽ മറ്റേ ചെടികളുടെയൊക്കെ അത്. പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ ഫുഡ് സ്പോട്ടിലോട്ട് വന്നു. അവിടെ വന്നപ്പോൾ നമുക്ക് ഇത്രയും നടന്നപ്പോൾ തന്നെ വിഷമം. അപ്പോഴത്തേക്കും ഈ കുടുംബശ്രീക്കാരൻ നടത്തുന്ന ഒരു കടയുണ്ട്. അങ്ങനെ അവിടെ നാടൻ വിഭവങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് നമ്മൾ കപ്പയും ചിക്കൻ കറിയായിരുന്നു പറഞ്ഞത്. ചിക്കൻ കറി നല്ല ഫ്രൈ ആയിട്ടുള്ള ചിക്കൻ കറിയാണ്, നല്ല ടേസ്റ്റായിരുന്നു, കൊള്ളായിരുന്നു. അപ്പം അത് 150 രൂപയാണ് ഒരാൾക്കുള്ളത്. അപ്പോൾ ഒരാൾക്ക് 2 പേർ കഴിക്കാനുള്ള ക്വാണ്ടിറ്റിയാണ്. അപ്പം അതൊക്കെ നല്ലതായിരുന്നു. വരുന്നതെങ്കിൽ അവിടെയൊക്കെ പോയി അതൊക്കെ എക്സ്പ്ലോർ ചെയ്യാൻ നല്ലതാണ്. നമുക്കങ്ങനെ നഷ്ടം ഇല്ല, എല്ലാം നമുക്ക് എക്സ്പ്ലോർ ചെയ്യാൻ വിലക്കുറവിലാണ് എല്ലാം ഇട്ടിരിക്കുന്നത്. അങ്ങനെ അവിടെ നിന്ന് കുറേ നടന്ന് ഈ സ്പോട്ട് എത്തി. ഇവിടെ ഇത് തുടങ്ങില്ല, അത് 22-ാം തീയതി തുടങ്ങത്തുള്ളൂ. ഇത് വേറൊരു നടന്നു വന്നപ്പോൾ ഒരു കമ്മൽ കടയെന്ന് പറഞ്ഞാൽ എൻ്റെ പൊന്നോ, 40 രൂപീസിന് നല്ല അടിപൊളി ഹാങ്ങിങ് കമ്മൽ. നമ്മൾ പുറത്തൊക്കെ 250 കൊടുക്കേണ്ട സംഭവത്തിനൊക്കെയാണ് ഈ 40 രൂപീസിനൊക്കെ ഇട്ടിരിക്കുന്നത്. അപ്പം ഈ ഓണ സെലിബ്രേഷനൊക്കെ വരുമല്ലേ, അപ്പം ഓണ സെലിബ്രേഷനൊക്കെ പൊളിക്കുകയാണെങ്കിൽ നമുക്ക് കമ്മലൊക്കെ അവിടെ നിന്ന് അങ്ങനെ വാങ്ങിക്കാം. അപ്പം 40 രൂപീസിന് ലാഭമല്ലേ. പിന്നെ അവിടെ നിന്ന് ഇറങ്ങി കഴിഞ്ഞപ്പം ഈ റോഡ് ലൈറ്റ്സൊക്കെ കാണാൻ നല്ല രസമുണ്ട്. അങ്ങനെ അപ്പോൾ അത്ര അടുത്തോട്ട് നമ്മൾ ഇറങ്ങി. അപ്പോൾ അത്രേ ഉള്ളൂ, ടാറ്റാ.